അതെ അതെ നോക്കാം. ഞാൻ പതുക്കെ പറഞ്ഞു, നിങ്ങൾ പതുക്കെ പറഞ്ഞോളൂ. കുറച്ചുകൂടി ഒച്ചത്തിൽ പറഞ്ഞു, കുറച്ചും കൂടി എന്ത് ചെയ്തു. ഇത് തന്നെയാണ് ഡാൻസ് ടെക്നിക്കിന്റെ പ്രത്യേകത. നമ്മൾ എത്രയും ഡെഡിക്കേഷനോട് കൂടി പവർഫുൾ ആയിട്ട് ചെയ്യണോ അത്രയും നേരത്തെ എന്തുണ്ടാവും, അച്ചീവ്മെന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സൈഡിൽ മാത്രം ശരിക്കും നമ്മുടെ മീറ്റിങ്ങുകളൊന്നും നമ്മളിങ്ങനെ പറയിപ്പിക്കാറില്ല. ഇപ്പൊ ട്രെയിനിങ് എപ്പോഴും എന്ത് ചെയ്യും, ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ കൈയടിക്കാൻ പറയും, അല്ലെങ്കിൽ ഇതുപോലെ ഗുഡ് മോർണിംഗ് 2 പ്രാവശ്യം പറയും, അല്ലെങ്കിൽ ഒന്ന് പോവാൻ പറയും. അത് എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയാ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം? പൂവി ചെറിയെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ മാത്രം ഒന്ന് ഗുഡ് മോർണിംഗ് പറയാം. ഗുഡ് മോർണിംഗ്. അവരെക്കാൾ നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ബോധ്യമുണ്ടോ? അതൊന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്. ഏതാ ബെറ്റർ? ഒന്നുകൂടി നോക്കിയാലോ. അവിടെ മാത്രം നമുക്ക് നോക്കാം. നോക്കിക്കോട്ടോ. ഗുഡ് മോർണിംഗ്. കണ്ടോ, ഇതിൽ ബെറ്ററായിട്ട് ഇതിൽ പറയുന്നതാണ് ഇതിൽ പറയാൻ കേട്ടോ, അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്ന് നോക്കിയാലോ, അതിനെ ഒന്ന് വെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ്. രണ്ടുപേരും ഒന്നിച്ച് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ്. യെസ്, വെരി ഗുഡ്, താങ്ക് യു. കേട്ടില്ല? നേരത്തെ ആരോടോ പറയണ്ടായിരുന്നല്ലോ, ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത് വേറെ കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് പറയാം. അങ്ങനെ ഒരു കാര്യമുണ്ട് ആദ്യമായിട്ട്, മനസ്സിലായി? ഇനി അശോക് സാർ രണ്ടാമത് വന്നാലും എന്ത് പറയണം? ഗുഡ് ആഫ്റ്റർനൂൺ പറയണം. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. നമ്മൾ എപ്പോ വേണമെങ്കിലും സൂര്യൻ ഉദിച്ചിട്ട് അസ്തമിക്കാത്ത രാജ്യമുണ്ട്, അതറിയാമോ? ഫിൻലാൻഡ്, അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും. അപ്പൊ അവരെന്ത് പറയും മനസ്സിലായോ? നമ്മള് ഭൂമധ്യരേഖയുടെ നടുക്കടങ്ങുകൊണ്ട് നമുക്ക് 12 മണിക്കൂറാണ് സൂര്യൻ ഉദയം അസ്തമയം. ഓക്കെ. നമ്മൾ അങ്ങനെ ഒരു പോളിസി വെച്ചിട്ട് ഇരിക്കണ്ട. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നവരാണ് ഏത് ബിസിനസ്സിനും വിജയിക്കാൻ. ഇപ്പൊ പോയി വന്നിട്ട് ഊണ് കഴിക്കാൻ പോയിട്ട് അതേ സീറ്റിൽ ഇരിക്കുന്നവരൊന്നും കൈവയ്ക്കുക. അതാണ് കംഫർട്ട് സോൺ. നമ്മൾ നേരത്തെ വന്ന് ഇരുന്ന് അതിപ്പോ എന്ത് പറ്റി? രസം പിടിച്ചു പോയി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു മാറ്റം വരണം, വേണ്ടേ? ഡാൻസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെയാണോ? നിങ്ങൾ മുൻകൂട്ടി പഠിക്കാത്ത കാര്യമാണോ? ഒരു സിലബസ് ഇല്ലാത്ത കാര്യമാണോ നമ്മൾ ചെയ്യണത്? ആണോ? ഈ ഒരു ബിസിനസ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ ഓപ്പോസിറ്റ് ആണ് ഡാറ്റ സെല്ലിംഗ്, ശരിയല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ചേഞ്ച് ആണ് ചെയ്തേക്കണേ, ആണോ അല്ലേ? ഈ ചേഞ്ച് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സൃഷ്ടിച്ചു. അത് ഏതാണെന്നറിയോ? 5 വർഷം അദ്ദേഹം ചേഞ്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള അവസാനം അദ്ദേഹം പ്രസിഡന്റ് ആയി. ആരാന്നറിയോ? കേട്ടിട്ടില്ല? ഒബാമ പ്രസിഡന്റ് ആവുന്ന സമയത്ത് ആ 5 വർഷം ചേഞ്ച് എന്ന വാക്കിനെ കുറിച്ചാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ആളുകളൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് ചേഞ്ച് ആയാലോ? ആവണ്ടേ? നമുക്ക് ചേഞ്ച് ആവാൻ പറ്റുമെന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം. നമുക്കൊരു പാട്ട് പാടിക്കൊണ്ട് തോന്നും. അപ്പൊ കാരണ ചായയിൽ എല്ലാവർക്കും അറിയും. അത് ഒന്നിച്ച് പാടാം, സമയം കളയണ്ട. പാടില്ല നമ്മെ നമ്മൾ. ഓക്കെ, ഇപ്പൊ ഉറക്കം പോയോ? ഇല്ല, ഉറങ്ങരുത്. ഊണടിച്ചിട്ട് വന്നിരിക്കാനാണ്. അപ്പൊ നിങ്ങള് ഒന്നാമത് അവിടുന്ന് ഈ ബിരിച്ച കുറെ ചിക്കനൊക്കെ എക്സ്ട്രാ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് വേറൊരു പാട്ട് പാടാം. കാഫുമല കണ്ടാന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് കേക്ക് പാടിക്കും. അപ്പൊ ഒന്ന് പാടിക്കും. കാഫുമല കണ്ട പൂങ്കാറ്റേ
രണ്ട് പാട്ട് നമ്മൾ പാടി, ശരിയാണോ? ആണോ അല്ലേ? അപ്പൊ നമുക്ക് ഇനി ആദ്യത്തെ പാട്ടിന്റെ വരികൾ രണ്ടാമത്തെ പാട്ടിന്റെ ട്യൂണിൽ പാടാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ തുടങ്ങും. കാലശായയിലാടുമേക്കാൻ ഞാനും വരട്ടെയും നിന്റെ കൂടെ, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കയ്യടി കേട്ടോ. ഇതിന് മനസ്സിലായി എന്തെങ്കിലും സംഭവിച്ചോ? അത് മാറ്റി പാടിയേക്കാൻ കുഴപ്പമുണ്ടോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം സംഭവിപ്പിക്കാനായിട്ടാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പൊ മാറ്റങ്ങൾ നമുക്ക് വേദന ഉണ്ടാക്കോ, സുഖം ഉണ്ടാക്കോ? ചെറിയ വേദനകൾ എന്തായി മാറും? വലിയ സുഖത്തിലേക്ക് എത്താൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി നന്നായിട്ട് കൈയടിക്കാം.